വേദിയിലും സദസ്സിലുമായിരിക്കുന്ന എൻ്റെ സ്നേഹമുള്ളവരെ, ഇന്ന് ശിശുദിനം. ചാച്ചാജി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സുകളിലെ സന്തോഷം നിറയുന്ന ഒരനുഭവമാണ്. KG-യില് ഉച്ചവരെ ഈ ആഘോഷങ്ങളായിരുന്നു. അത് കഴിഞ്ഞാണ് ഞാൻ ഉച്ച കഴിഞ്ഞ് ഇവിടെ വന്നത്. ഇവിടെ ഒട്ടും മോശമല്ല. ഈ നല്ല ദിനത്തിൽ തന്നെ 1-4 ക്ലാസ്സുകാരുടെ എല്ലാ കൾച്ചറൽ പ്രോഗ്രാംസ് ഇവിടെ അരങ്ങേറുകയാണ്. കുട്ടികളൊക്കെ ഇങ്ങനെ മേക്കപ്പ് ഇട്ട് തിളങ്ങി വിളങ്ങി ഇവിടെ നടക്കുന്നു. എല്ലാ വിദ്യാർത്ഥികൾക്കും അവരൊരുക്കിയ എല്ലാ അധ്യാപകർക്കും ഒപ്പം അവരുടെ കൂടെ ആയിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും രക്ഷിതാക്കൾക്കും ഒരുപാട് സ്നേഹത്തോടെ ഞാൻ ഈ നല്ല ദിനത്തിന്റെ അനുമോദനങ്ങൾ, ആശംസകൾ അറിയിക്കുകയാണ്. സ്നേഹമുള്ളവരെ, കുഞ്ഞുങ്ങളോടൊരു വാക്ക്. അവരസ്വസ്ഥരായി തുടങ്ങി കളി കാണാനാണല്ലോ ഞങ്ങൾ ഇരിക്കുന്നത്. എന്നാലും നമ്മുടെ ചാച്ചാജിയെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ നിറയുന്ന ഒരു ഭാവം എന്താണ്? ചാച്ചാജി എന്ന് പറയുമ്പോൾ ദേഷ്യമാണോ? അല്ല, സ്നേഹമാണ് നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നൊരു ഭാവം. ഓരോ ദിനാചരണത്തിനും അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. ശിശുദിനം ആഘോഷിക്കുമ്പോൾ നമ്മൾ നെഹ്റു എങ്ങനെയാണോ കുഞ്ഞു മനസ്സുകളെ സ്നേഹിച്ചത്, വളർത്തിയത്, കയ്യിലെടുത്തത് എന്നൊക്കെ നമ്മൾ അനുസ്മരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ദിനം ആചരിക്കുമ്പോൾ വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് കിട്ടേണ്ട ഗുണം ഏതാണ്? മറ്റുള്ളവരോട് എങ്ങനെ സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, ആദരവോടെ പെരുമാറണം, അങ്ങനെ ഈ ഭൂമിയിൽ ഒരു നല്ല മനുഷ്യനാകണം എന്ന് നിങ്ങളെ പഠിപ്പിക്കാനാണ് ഈ ശിശുദിന ആഘോഷങ്ങളൊക്കെയും നടക്കുന്നത്. ഇപ്പൊ അമ്മമാരോട് ചോദിച്ചാൽ അറിയാം, വീട്ടിലൊക്കെ എങ്ങനെയുണ്ട് നിങ്ങള്? നല്ല കുട്ടികളല്ലേ? അവര് പറയാൻ നോക്കിയിരിക്കും നിങ്ങളെ അനുസരിക്കാനല്ലേ? ക്ലാസ്സിലാണെങ്കിലോ ടീച്ചറ് പറഞ്ഞു കിട്ടിയാൽ മതി, ഞങ്ങളെല്ലാം ഏറ്റവും ഭംഗിയായി ചെയ്ത്. ചേച്ചിമാര് പറയുന്നത് ഞങ്ങൾ അങ്ങനെയൊക്കെയാണെന്ന്. അവരിപ്പോ ഹൈസ്കൂളിൽ പോയല്ലോ, അപ്പൊ നമ്മളാരും കാണുന്നില്ല എന്നാണ് അവരുടെ ചിന്ത. ചേച്ചിമാരതുപോലെ തന്നെ. അപ്പൊ ഈ ശിശുദിനം ആഘോഷിക്കുമ്പോ കുഞ്ഞുങ്ങളിൽ വളർത്തിയെടുക്കേണ്ട ഒരു മൂല്യമാണ് സ്നേഹം കൊണ്ട് എങ്ങനെ മറ്റുള്ളവരെ സ്വാധീനിക്കാം. അത് പുഞ്ചിരിയായിട്ടാകാം, ചെറിയ ചെറിയ സഹായങ്ങളായിട്ടാകാം, അവരോട് ക്ഷേമാന്വേഷണങ്ങൾ നടത്തിയിട്ടാകാം, കൂടെയുള്ളവരെ ആശ്വസിപ്പിച്ചിട്ടാകാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാകാം. എങ്ങനെയായാലും ഈ മൂല്യം വളർത്തിയെടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പൊ ഇന്ന് ഇങ്ങനെ സ്നേഹത്തിന്റെ നിറവില് നിങ്ങളെല്ലാവരും ആയിത്തീരുമെന്ന വലിയ പ്രതീക്ഷയോടെ ഈ ദിനത്തിന്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.